ഹാപ്പി വെൽക്കം ടു SJS ദ സ്പ്ലെൻഡിഡ് ജോൺ ടുവേഴ്സ് സിംഫണി. ഞാൻ ജിൻസി. ഞങ്ങൾ നേരത്തെ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിലൂടെ ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ എടുക്കുകയുണ്ടായി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഈ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത്, ഇനി എന്തൊക്കെയാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെയാണ്. ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാനങ്ങനെ ഒത്തിരി ഒരുങ്ങിയൊന്നുമല്ല പറയുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ തുടങ്ങിയ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ 3 പേരുടെയും, അതായത് എൻ്റെയും ശോഭയുടെയും സ്മിതയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനുമുള്ള നല്ലൊരു അവസരമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഓരോരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങുന്ന കാര്യം ആലോചിക്കുകയും അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഞങ്ങളുടെ അന്നത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റക്കായ അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫല്ല ഞങ്ങൾ നയിക്കുന്നത് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നിറവേറാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനോ ചില ചെറിയ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ 40 കഴിയുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്താണ് കാരണമെന്നറിയാത്ത ഒരു ക്ഷീണം, ഒരു ലേസിനെസ്, ഒരു ഉന്മേഷക്കുറവ്, എന്ത് ചെയ്താലും മാറാത്തൊരു ക്ഷീണം, എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത ചില അസുഖങ്ങൾ, എന്നാൽ കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്. ഞങ്ങളും ആ ഒരു അവസ്ഥയിൽ കൂടി ആയിരുന്നു കടന്നു പോയിരുന്നത്. പ്രത്യേകിച്ച് എനിക്കൊരു 2-3 വർഷം മുമ്പ് വരെ, അതായത് കൊറോണയ്ക്ക് ശേഷം ലൈഫ് ശരിക്കും ഒത്തിരി അങ്ങ് മാറിപ്പോയി. അതുവരെ ഉള്ള ഒരു ലൈഫ് ആയിരുന്നില്ല കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് നീങ്ങാത്ത ഒരവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന വീട്ടിലെ നമ്മൾ അതിനു മുമ്പ് ചെയ്തിരുന്ന ചെറിയ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ പറ്റാതെ വരിക, അതിങ്ങനെ നമ്മൾ നീട്ടി വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ, വിചാരിച്ച കാര്യം ചെയ്ത് തീർക്കാൻ പറ്റാത്തതിൻ്റെ ചില ഫ്രസ്ട്രേഷൻ, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത വരം നമുക്ക് ക്ഷീണം ഉണ്ടാവുക, ഒരു ഉന്മേഷക്കുറവ്, ഒരു താല്പര്യക്കുറവ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഞാൻ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയത്. അങ്ങനെയൊക്കെയുള്ള ജീവിതാവസ്ഥയിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നിച്ചുകൂടി പരസ്പരം സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവരുടെ എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു പരസ്പരം സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും. നാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ, അതിനെക്കുറിച്ചുള്ള സൊല്യൂഷനുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് ഉണ്ടാകുന്നു. ഈ ഒരു പ്രശ്നം എൻ്റെ മാത്രം പ്രശ്നമല്ല, എന്നെപ്പോലെ ഇത് അനുഭവിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ടെന്ന ഒരു തിരിച്ചറിവ് തന്നെ നമുക്ക് ഒത്തിരി ആശ്വാസം പകരും. അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ചാനലിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ, കൂടുതൽ ഹാപ്പി ആക്കാനായി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചാനലിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അത് ഞങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ പഠിച്ചത് ബോംബെയിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പങ്കെടുത്ത കോഴ്സുകളും ഇടപെടുന്ന ആളുകളും ഞാൻ കൂടുന്ന പ്രോഗ്രാമുകളും എല്ലാം ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഞാൻ വായിക്കുന്ന ബുക്കുകളെല്ലാം സെൽഫ് ഹെൽപ്പ് ബുക്കുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജസ്റ്റ് ഫോൺ വിളിക്കാനും അത്യാവശ്യം മെയിൽ അയക്കാനും ഒക്കെ മാത്രമേ ഞാനൊരു കമ്പ്യൂട്ടറോ ഫോണോ ഒക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പങ്കെടുത്ത പ്രോഗ്രാമുകളിലും ഞാൻ ചേർന്ന സംഘടനകളിലുമൊക്കെ പരിചയപ്പെട്ട ഒട്ടേറെ സ്ത്രീകൾ, ഇങ്ങനെ വീട്ടിലൊക്കെ ജോലിയില്ലാതെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾ, ഞങ്ങളൊരു പരസ്പരം സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, എന്നതിനോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, അവരുടെ ലൈഫിൽ അവർക്കൊരു ഗോൾ നേടാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ. ഞാൻ ഒട്ടേറെ ബുക്കുകൾ വായിക്കുമായിരുന്നു, അതായത് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ, മൈൻഡ് പവർ ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ആ ബുക്കുകളൊക്കെ വായിച്ചാൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നത് പോലെയുള്ളൊരു അനുഭവം അവർ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനൊക്കെ കുറിച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നപ്പോൾ പിന്നീട് എനിക്ക് പുറത്തു പോയി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും എന്ത് ജോലി ചെയ്യണമെന്ന് ചിന്ത ഇങ്ങനെ വല്ലാതെ അലട്ടിയപ്പോഴും എൻ്റെ കുറേ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ ഈ മോട്ടിവേഷണൽ ആയിട്ടുള്ള ആ തോട്ട്സ് മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഒത്തിരി ഗുണകരമാവുന്നുണ്ട്, എങ്കിൽ അതിനെ എന്തുകൊണ്ട് നിനക്കൊരു ജോലിയായി മാറ്റിക്കൂടാ എന്ന്.
ഇത് ഞാൻ ഒട്ടേറെ പ്രാവശ്യം ഞാൻ അതിനൊക്കെ ചിന്തിച്ചുവെങ്കിലും എനിക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ചാനൽ വീഡിയോ ഇടുമ്പോഴും എനിക്ക് ഒത്തിരി ടെൻഷൻ വരാറുണ്ട്. ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ വാക്കുകൾ കിട്ടാതെ വരികയും ചില വാക്കുകൾ ക്ലിയർ ആകാതെ വരികയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഞാൻ അതിനെയെല്ലാം മാറ്റിവെച്ച് ഇവിടെ വീഡിയോ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുകാരുടെ ഒരു സജഷൻ കേട്ടപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന്. എന്നിട്ടും എനിക്ക് തുടക്കം കുറിക്കാനായിട്ട് ഒത്തിരി മടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കാലങ്ങളാണ് എനിക്ക് നല്ല ഗാർഡനുണ്ട്, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ എനിക്കുണ്ട്. എങ്കിലും അതൊരു പ്രൊഫഷൻ ആക്കാമെന്ന് ചിന്തിച്ചപ്പോഴും അതൊന്നും അങ്ങനെ ശരിയാക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഞാൻ എത്തിപ്പെടുന്നത് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉള്ള ഒരു ജോലിയിലേക്കോ ഒക്കെ പോകണമെന്നൊരു ചിന്തയാണ് എനിക്ക് എപ്പോഴും വരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷം ഒരു തീരുമാനമെടുത്തു. ഞാൻ എന്താണ് ഒരു ലൈഫ് കോച്ച് ആകാനായിട്ട് എനിക്കൊരു ഉൾവിളി ഉള്ളതുപോലെ എനിക്ക് കുറേ ഞാൻ എത്ര തിരിഞ്ഞും പറഞ്ഞ് ആലോചിച്ചിട്ട് എനിക്ക് അത് തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രൊഫഷൻ. അതൊരു പാഷനുമാണ്, എനിക്കൊരു പ്രൊഫഷനുമാണ്. ലൈഫ് കോച്ച് ആകുക എന്ന് ഞാൻ ചിന്തിച്ചത് എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതിന് വേണ്ടി മാത്രമല്ല, എനിക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു അതിയായ സന്തോഷം ഉണ്ടാകാറുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ശരിക്കും എനിക്ക് പിന്നീട് എൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായി മാറാറുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാകണമല്ലോ. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് നന്നായി കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ എനിക്ക് ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തേക്കാമെന്ന്. ഞാൻ ഈ ഒരു കാലത്തിനിടയ്ക്ക് എൻ്റെ ലൈഫിലും ഒട്ടേറെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ തരണം ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ തരണം ചെയ്തൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു അറിവും അതിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഇഷ്യൂവിനെയോ എൻ്റെ ഒരു പ്രശ്നങ്ങളെയോ ഒക്കെ ഞാൻ തരണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട്. അതെല്ലാം പഠിച്ച് അതിലൊരു കൃത്യമായ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമാണ് എനിക്കത് സോൾവ് ചെയ്യാൻ സാധിക്കാറ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ദൈവം എന്നെ ഇങ്ങനെ ഇതിൽ കൂടെ കടത്തി വിടുന്നത് ചിലപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് മറ്റു ആളുകൾക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയായിരിക്കാം ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ എല്ലാം ആലോചിച്ച് ഒട്ടേറെ കൺഫ്യൂഷനുകളും ചിന്തകൾക്കും ഒക്കെ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ എന്തായാലും ഒരു ലൈഫ് കോച്ച് എന്ന നിലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അവസാനം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ കൂടി ഇനി അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങളെ ഞാൻ എങ്ങനെ സോൾവ് ചെയ്തു, എങ്ങനെ അത് തരണം ചെയ്തു എന്നൊക്കെ ഈ ഒരു ചാനലിൽ ഞാൻ എൻ്റെ അറിവുകൾ ഇവിടെ പങ്കുവയ്ക്കാം. അതേപോലെ ഇനിയും ലൈഫിൽ വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നേരിടാമെന്ന് ഇനിയും പഠിച്ച് അത് എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നതിനോടൊപ്പം തന്നെ അത് എന്നെപ്പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുന്ന ഒരു തരത്തിലേക്ക് അതിനെ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരു 40s 50s ആയി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. അതെപ്പോഴും നമ്മൾ ലേഡീസ് തന്നെ ആകുമ്പോൾ അത് കൂടുതൽ ഗുണകരമായി മാറുന്നു. നമ്മൾ ചിലപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പെൺകുട്ടികളോ അല്ലെങ്കിൽ ഗേൾസോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പ് അല്ലെങ്കിൽ അസൂയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമുക്കൊരു പക്വതയും പകതയും വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സിസ്റ്റർഹുഡിലേക്ക് മാറുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൊല്യൂഷൻ കൊടുത്ത് അതിനെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്യൂവും നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയതിൽ പിന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. എനിക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്ത് ചെയ്യണമെന്നും എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. അതേപോലെ തന്നെ ശോഭയ്ക്ക് ഒരു സ്പീക്കർ ആകണമെന്നാണ് ആഗ്രഹം. അതിനുള്ള എല്ലാ വഴികളും ശോഭയുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായി തന്നെ തെളിഞ്ഞു വന്നു. അതേപോലെ സ്മിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സൈക്കോളജിസ്റ്റ് ആവുക എന്നും ഒരു വക്കീലാവുക എന്നുള്ളത്. അതിനുള്ള വഴികൾ ശോഭയ്ക്കും തുറന്നു വരികയും സ്മിതയ്ക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുകയും അതിന് വേണ്ട കാര്യം ചെയ്യുകയും ചെയ്യുകയാണ് ഇപ്പോൾ. ഇങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഒത്തിരി മാറും. അങ്ങനെ ഈ ക്ലാരിറ്റി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും നമ്മുടെ ചാനലിൽ കൂടി ക്ലാരിറ്റി കിട്ടാനുള്ള ടിപ്സ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയുന്ന ആളുകളിലേക്കും ഈ ചാനലിലെ വീഡിയോകൾ എത്തിച്ചു കൊടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടമായി ഒരു കൂട്ടത്തോടു കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പുതിയ ജീവിതം സൃഷ്ടിക്കാനായി ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.